ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ശിവതയ്ക്ക് ഞാൻ ഉണ്ടാക്കിയ പുതിയ ഓണവിഭവം തരട്ടെ. ഓണവിഭവം ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ. ഇത് സ്പിനാച്ച് റൈസ് ആണ്, മല്ലിയിലല്ല. വിട്ടു, പുതിനയൊക്കെ വിട്ടു. ഒരു ക്വൈറ്റ് ഡിഫറെന്റ്. നമ്മൾ എപ്പോഴും കഴിക്കുന്നതിന് ഒരു വ്യത്യാസം, അത്രേ ഉള്ളൂ. ഇതിപ്പോ എന്നും കഴിക്കാൻ ഇത് തട്ടാൻ ചോദിച്ചാൽ പറയാം അയ്യോ വേണ്ട ചോറും കറിയും മതി എന്ന് പറയും. ഇഷ്ടമുള്ള ആളാണ്. പണ്ട് വെജാ? പണ്ടേ വെജാണ്, ഇപ്പോഴാണ് ഇച്ചിരി നോൺ വെജ്. കല്യാണം കഴിച്ചതിന് ശേഷമാണ് മീനും ചിക്കനും വീട്ടിൽ വാങ്ങിക്കായിരുന്നു, അമ്മ കഴിക്കുന്നത്. പക്ഷെ അമ്മയ്ക്ക് അച്ഛനാണ് ആ സമയത്ത് കുക്ക് ചെയ്യുക. എന്റെ വീട്ടിൽ അച്ഛൻ കുക്ക് ചെയ്യും, ഹസ്ബൻഡും എല്ലാ ആളുകളെല്ലാവരും കുക്ക് ചെയ്യും. അപ്പൊ അച്ഛനാണ് ചിക്കനോ മീനോ മേടിച്ചോണ്ട് വന്നത്. അത് വല്ലപ്പോഴും വൺസ് ഇൻ എ ബ്ലൂ മൂൺ. എനിക്ക് അതുകൊണ്ട് വലിയ താല്പര്യം തോന്നിയില്ല. കൂടുതൽ വെജ് ആണെങ്കിൽ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് അല്ലേ നോൺ വെജ് കഴിക്കില്ലെന്നല്ല, ചിക്കൻ വരെ എത്തി നിൽക്കുന്നു. ഫിഷ് തൊട്ടിട്ടില്ല? ഇല്ല, ഫിഷും ചിക്കനും അവിടെ വെച്ച് നിൽക്കുക. അടുത്ത സ്റ്റെപ്പിലേക്ക് പോയില്ല. എനിക്ക് അറിയില്ല, എനിക്ക് അത് കിട്ടിയാ കഴിക്കുന്നല്ലാണ്ട് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ കഴിക്കും. എനിക്ക് പക്ഷെ പ്രിഫറബിളി ഇങ്ങനത്തെ വെജിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി തരാണെങ്കിൽ കുഞ്ഞിന് ഏതാ ഇഷ്ടം? കുഞ്ഞിന് വെജ് നോൺ വെജ് കഴിക്കും. ഞാൻ നമ്മളോട് കഴിക്കണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. വീട്ടിലും ഉണ്ടാക്കുകയും ചെയ്യും. മുരളി കഴിക്കുമ്പോ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആള് കഴിക്കുന്നത് അത് അവളുടെ ഇഷ്ടമാണ്. പക്ഷെ അവക്ക് കൂടുതൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ പനീർ ബട്ടർ മസാലയോ അല്ലെങ്കിൽ പുലാവോ അങ്ങനത്തെ വല്ല സാധനങ്ങളൊക്കെ ആണെങ്കിൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ ശിവത കുഞ്ഞിനെ വളർത്തുന്ന രീതി നല്ല രസമാണ്. കാരണം വെച്ചാൽ ഇപ്പം ഫോഴ്സ്ഫുൾ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. മീൻ കഴിച്ചേ പറ്റുള്ളൂ, കണ്ണിന് നല്ലതാ നല്ലതാന്നൊക്കെ പറഞ്ഞു വെച്ച് അതൊക്കെ ഞാനും പറയാറുണ്ട്. പക്ഷെ പിന്നെ കുറച്ചേരം മാറി നിന്ന് ചിന്തിക്കുമ്പോ എന്തിനാ ഞാനിത് പറഞ്ഞെന്ന് ഓർക്കും. പിന്നെ അതേപോലെ ഞാൻ വിടും. കറക്റ്റ്, ഞാനേ ചെയ്തില്ല, പിന്നെ എന്റെ കൊച്ചിനെ എന്നത്തിനാ നിർബന്ധിച്ചത്. പക്ഷെ പണ്ട് അമ്മമാര് പറയുന്നത് എനിക്കോ ചെയ്യാൻ പറ്റിയില്ല, നീ എങ്കിലും ചെയ് എന്ന് പറയുന്ന അമ്മമാരും ഉണ്ട്. ഇല്ല എന്ന് പറയുന്നത് നേരത്തെ ശിവതയുടെ അമ്മ ഉപദേശമല്ലേ, എനിക്കോ എന്റെ ഡ്രീം ഫിൽ ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ നീയെങ്കിലും അത് ഫിൽ ചെയ്യാൻ. പക്ഷെ എനിക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല അമ്മ, അത്രയും നല്ലൊരു അഡ്വൈസ് തരിക എന്ന് പറയുന്നത് സംതിങ്. എനിവേ, ആ അമ്മയുടെ പ്രേയേഴ്സ് ആൻഡ് ബ്ലെസ്സിങ്സ് പോലെ തന്നെ ശിവതയ്ക്ക് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഐ ബ്ലെസ്. എന്റെ പ്രേക്ഷകർ എല്ലാം പ്രാർത്ഥനയും ബ്ലെസ്സിങ്സ് എപ്പോഴും കൂടെ ഉണ്ടാവും. ആൻഡ് താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് ഫോർ സെർവിങ് ഇത്ര നല്ലൊരു അടിപൊളി ഡിഷ്. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇവിടെ വന്നതിന് ഞാനൊരു ഗിഫ്റ്റ് തരണ്ടേ? ഉണ്ടോ? ഞങ്ങളുടെ ഒരു ചെറിയ ഗിഫ്റ്റ്, ഒരു പ്രോത്സാഹന സമ്മാനം. ഓക്കെ, താങ്ക് യു. Ali's Kitchen. Let's cook with love.